ഡിസംബർ 8 മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്കായി ഈ മണ്ണിൽ അവതരിച്ച യേശുക്രിസ്തുവിന്റെ സ്മരണ നിലനിർത്തുന്നതിനു വേണ്ടി മാറ്റിവെക്കപ്പെട്ടിട്ടുള്ള ദിനങ്ങൾക്ക് പുറമെ കത്തോലിക്കാ സഭയിൽ ഏറ്റവും കൂടുതൽ ദിനങ്ങൾ തിരുനാളായി ആഘോഷിക്കപ്പെടുന്നത് നമ്മുടെ അമ്മ പരിശുദ്ധ കന്യാമാതാവിന്റെ പേരിലാണ്. മാസത്തിൽ ഒരു തിരുനാളെങ്കിലും കാര്യമായ രീതിയിൽ തന്നെ ആഘോഷിക്കാത്ത മാസങ്ങളില്ല എന്നുള്ളതാണ് സത്യം. ഡിസംബർ മാസത്തിലെ പ്രധാനപ്പെട്ട മാതാവിന്റെ തിരുനാൾ ആഘോഷമാണ് ഇന്ന് നാം ഇവിടെ നടത്തുന്നത്. മാതാവിന്റെ അമലോത്ഭവ തിരുനാൾ. ഈ തിരുനാളിന്റെ ഔപചാരികമായിട്ടുള്ള പ്രഖ്യാപനം സഭയിലുണ്ടായിട്ട് 155-ാമത്തെ വർഷമാണിത്. കൃത്യമായി പറഞ്ഞാൽ 1854 9 പിയൂസ് മാർപ്പാപ്പയാണ് വിശ്വാസ സത്യമായിട്ട് മാതാവ് അമലോത്ഭവയാണ് എന്നുള്ളത് പ്രഖ്യാപിച്ചത്. മാതാവിനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് പ്രഖ്യാപിതമായിരിക്കുന്ന 4 സത്യങ്ങളാണുള്ളത്. അതിൽ 2 സത്യങ്ങൾ അതാത് കാലഘട്ടത്തിൽ വിളിച്ചുകൂട്ടപ്പെട്ട സൂനഹദോസിന്റെ അടിസ്ഥാനത്തിൽ ആണ് പ്രഖ്യാപനം നടന്നിട്ടുള്ളത്. മറ്റ് 2 സത്യങ്ങൾ അതാത് കാലങ്ങളിൽ തിരുസഭയുടെ അധിപന്മാരായി ജീവിച്ചിരുന്ന മാർപ്പാപ്പമാരുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് ആ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇതിൽ ആദ്യത്തേത് മാതാവ് ദൈവത്തിന്റെ അമ്മയാണ് എന്നതാണ് ആ സത്യം. വിശ്വാസികളെ സംബന്ധിച്ച് അവരുടെ വിശ്വാസത്തിന്റെ ഒരു ഭാഗമായിട്ട് അത് തീർന്നിരിക്കുകയാണ്. ഈ പ്രഖ്യാപനമുണ്ടായത് 431 എഫേസൂസ് സൂനദോസിൽ വെച്ചാണ്. രണ്ടാമത്തെ പ്രഖ്യാപനം നടന്നത് 639 ലാറ്ററൻ കൗൺസിലിൽ വെച്ചാണ് പ്രഖ്യാപനം നടന്നത്. ദൈവത്തിന്റെ മാതാവായ പരിശുദ്ധ കന്യാമറിയം നിത്യം കന്യകയാണ് എന്നതായിരുന്നു ആ പ്രഖ്യാപനം. അതും വിശ്വാസ സത്യമാണ്. മൂന്നാമത്തെ പ്രഖ്യാപനമാണ് 1854 9 പിയൂസ് മാർപ്പാപ്പ തന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ട് മാതാവ് ഉത്ഭവപാപരഹിതമായിട്ടാണ് ഉള്ള വ്യക്തിയാണ് എന്ന് പ്രഖ്യാപിച്ചത്. നാലാമത്തെ സത്യമാണ് 1950 12 പിയൂസ് മാർപ്പാപ്പ പരിശുദ്ധ കന്യാമറിയം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നുള്ള സത്യം. ഈ 4 സത്യങ്ങളും വിശ്വാസികളെ സംബന്ധിച്ച് വിശ്വാസത്തിന്റെ ഭാഗമാണ്. അഞ്ചാമതൊരു സത്യം കൂടെ അടുത്ത കാലത്ത് തന്നെ മാതാവിനെ സംബന്ധിച്ച് പ്രഖ്യാപനം വന്നേക്കാം. ഇതുവരെ വന്നിട്ടില്ല. അതിന് സാധ്യതയുള്ളത് മാതാവ് സഹരക്ഷകയാണ് എന്നുള്ളതാണ്. എന്നാൽ ചിന്തിക്കുന്ന വിശ്വാസികളുടെ ഇടയിൽ ഒരു സംശയമുണ്ടാകാം. പരിശുദ്ധ കന്യാമറിയം ഉത്ഭവപാപരഹിതയായിട്ട് ആണ് ജനിക്കാൻ ഇടവന്നത് എന്ന സത്യം പ്രഖ്യാപിക്കപ്പെടാൻ എന്തുകൊണ്ട് ഇത്ര കണ്ട് വൈകി? 19-ാം നൂറ്റാണ്ട് വരെ കാത്തിരിക്കാൻ എന്താണ് അതിന് കാരണം? ആ സംശയത്തിന് ഉത്തരമെന്ന രീതിയിൽ പല കാരണങ്ങളും സത്യമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അതിലൊന്നാമത്തെ കാരണം ആദിമസഭ 1, 2, 3 നൂറ്റാണ്ടുകളിൽ മർദ്ദിക്കപ്പെടുന്ന ഒരു അനുഭവമായിരുന്നു സഭയ്ക്ക്.
മതമർദ്ദനത്തിന്റെ അടിസ്ഥാനത്തിൽ കത്തോലിക്ക വിശ്വാസം പരസ്യമായിട്ട് ഏറ്റുപറയാൻ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു അവസരം. ഈ അവസരത്തിൽ കത്തോലിക്കർ അധോലോകത്ത് ഭൂഗർഭാലയങ്ങളിലും ഒളിവിലുമൊക്കെ ജീവിക്കാനിടവന്ന ഒരു അവസരമായതുകൊണ്ട് കത്തോലിക്ക ദൈവശാസ്ത്രജ്ഞന്മാർക്ക് യഥാർത്ഥത്തിൽ സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും വിശ്വാസ സത്യങ്ങളെപ്പറ്റി കൂടുതൽ അവബോധത്തിലെത്തുന്നതിനും ഉള്ള അവസരം അല്ലായിരുന്നു അത്. 4-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി റോമിന്റെ ഭരണാധികാരിയായി തീർന്നത് തുടങ്ങിയാണ് കത്തോലിക്ക സഭയ്ക്ക് ഒരു സ്വാതന്ത്ര്യത്തിൻ്റെതായിട്ടുള്ള വെളിച്ചം ലോകത്തിൽ റോമിൽ നിന്ന് ആരംഭിച്ച് ലോകത്തിൽ അനുഭവിക്കാൻ ഇടവന്നത്. ആ അവസരത്തിൽ സഭയുടെ വളർച്ച വളരെ പെട്ടെന്ന് വളരെ വിപുലമായ രീതിയിൽ സഭ സജീവമാകുകയാണ് ഉണ്ടായത്. ഈ വിപുലമായ വളർച്ചയുടെ അടിസ്ഥാനത്തിൽ തന്നെ ഒരുപാട് വിവാദങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും സഭയിലെ നാമ്പെടുക്കാൻ തുടങ്ങി. ഈ നാമ്പെടുത്ത വിവാദങ്ങളും അബദ്ധ സിദ്ധാന്തങ്ങളും കൂടുതൽ യേശുവിന്റെ ദൈവികതയെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ളതായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കത്തോലിക്ക വിശ്വാസത്തിന് എതിരായ ചില ചിന്തകൾ സമൂഹത്തിൽ പരക്കാൻ ഇടവന്നു. ആ ചിന്തകൾക്ക് പൊതുവെ ഭാഷാണ്ഡത എന്നാണ് ഇന്ന് അറിയപ്പെടുക. കത്തോലിക്ക വിശ്വാസത്തെ നിഷേധിക്കുന്ന അല്ലെങ്കിൽ അതിനെതിരായിട്ടുള്ള ചിന്താരീതികൾ, യേശുക്രിസ്തുവിന്റെ ദൈവികതയെ ചോദ്യം ചെയ്യാൻ ഇടവന്ന പ്രധാനപ്പെട്ട ഭാഷാണ്ഡതകൾ അക്കാലത്തുണ്ടായിരുന്നത് ഗ്നോസ്റ്റിക് ചിന്ത, മോണ്ടനിസം, പെലാജിനിസം, ഏരിയനിസം എന്ന് തുടങ്ങിയ ഭാഷാണ്ഡതകള് സമൂഹത്തിൽ വളരെ ദൂഷ്യഫലങ്ങൾ സൃഷ്ടിക്കാൻ ഇടവന്നതിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ ദൈവശാസ്ത്രജ്ഞന്മാര് കൂടുതൽ സമയവും കൂടുതൽ അവരുടെ ചിന്തയും വിനിയോഗിക്കാൻ ഇടവന്നത് യേശുക്രിസ്തുവിന്റെ ദൈവികത സ്ഥാപിച്ചുറപ്പിക്കുന്ന ആ ഒരു കാര്യത്തിലായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ അല്പം പുറകോട്ട് പോയി എന്ന് വേണമെങ്കിൽ പറയാം. അതുതന്നെയല്ല രണ്ടാമത്തെ ഒരു കാരണം, ഈ അബദ്ധ സിദ്ധാന്തങ്ങൾ പരക്കാൻ ഇടവന്നതിന്റെ ഒരു ന്യായമെന്ന രീതിയിൽ ചിന്തിക്കാൻ ഇടവന്നു. എല്ലാ മനുഷ്യരും ജനിക്കാൻ ഇടവരുന്നത് പാപത്തിലേക്കുള്ളൊരു ചായ്വോട് കൂടിയാണ്. കാരണം ഉത്ഭവപാപത്തിലാണ് മനുഷ്യൻ ജനിക്കാൻ ഇടവരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലും കൂടിയാണ് അബദ്ധചിന്തകൾ മനുഷ്യനിലേക്ക് കടന്നു വരാൻ ഇടവരുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അതിനെ പ്രതിരോധിക്കാൻ എന്ന രീതിയിൽ സഭയിലെ ഉത്ഭവപാപത്തെപ്പറ്റിയുള്ള ചിന്തകളും പഠനങ്ങളും ശക്തിയാർജിച്ചു. പൊതുവെ എല്ലാ മനുഷ്യരും ജനിക്കാൻ ഇടവരുന്നത് ഉത്ഭവപാപത്തിന് അധീനപ്പെട്ട് അല്ലെങ്കിൽ ഒരു ചായ്വോട് കൂടിയാണ് മനുഷ്യൻ ഭൂമിയിൽ ജനിക്കാൻ ഇടവരുന്നത് എന്ന സത്യം പഠിപ്പിക്കാൻ കൂടുതൽ ശ്രദ്ധിക്കാൻ ഇടവന്നു. അപ്പോ മാതാവിന്റെ അമലോത്ഭവത്തെ സംബന്ധിച്ചിടത്തോളം ചിന്തകള് അല്പം അത് അജ്ഞാത കേന്ദ്രങ്ങളിലേക്ക് തള്ളപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. 12-13 നൂറ്റാണ്ടിലാണ് മാതാവിനെ സംബന്ധിച്ചുള്ള കൂടുതൽ ചിന്തകൾ സഭയിൽ സജീവമാകുന്നത്. ഒരു തത്വജ്ഞാനിയും പുരോഹിതനുമായിട്ടുള്ള ഡൺ സ്കോട്ടസ് എന്ന് പറയുന്ന ചിന്തകൻ മാതാവിനെ സംബന്ധിച്ച് വളരെ ശക്തിയുക്തം യുക്തിഭദ്രമായ ഒരു നിലപാട് സഭയിലേക്ക് കൊണ്ടുവരികയുണ്ടായി. അദ്ദേഹത്തിന്റെ ഒരു തരത്തിലുള്ള ആർഗ്യുമെന്റേഷൻ, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് സർവശക്തനായ ദൈവത്തിന് യുക്തമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഒരു വ്യക്തിയെയോ മറ്റു പല വ്യക്തികളെയോ
ഉത്ഭവഭാവത്തിൽ നിന്ന് വിമുക്തമായ രീതിയിൽ സൃഷ്ടിക്കാൻ സാധിക്കും എന്നുള്ളതും, ദൈവത്തിന് മാതാവിന്റെ കാര്യത്തിൽ ഉത്ഭവഭാവത്തിൽ നിന്ന് വിമുക്തമായിട്ട് സൃഷ്ടിക്കുക എന്നുള്ള കാര്യം യുക്തമായി തോന്നി. അതുകൊണ്ട് പരിശുദ്ധ കന്യാമറിയം പാപരഹിതമായിട്ട് സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ള ഒരു യുക്തിഭദ്രമായിട്ടുള്ള ആർഗ്യുമെന്റേഷൻ സഭയിൽ അദ്ദേഹം കൊണ്ടുവന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള പഠനത്തിന്റെയും വിചിന്തനത്തിന്റെയും പശ്ചാത്തലത്തിലും കൂടിയാണ് 9 പിയൂസ് മാർപ്പാപ്പ ഇത് വിശ്വാസത്തിന്റെ സത്യമായിട്ട് പ്രഖ്യാപിക്കാൻ ഇടവന്നത് എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനം. എന്നാൽ ആരംഭകാലത്ത് തന്നെ സഭയിലെ അങ്ങനെ ഒരു വിശ്വാസം നിലനിൽക്കുന്നുണ്ട്. അത് വിശ്വാസത്തിന്റെ ഭാഗമായിട്ട്, അത് വിശ്വാസ സത്യമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് 155 വർഷങ്ങൾക്ക് മുമ്പാണ് എന്ന് മാത്രം. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ദൈവം തന്റെ പ്രത്യേക പരിപാലനാ വിശേഷത്തിൽ വളരെയേറെ കരുതലോടുകൂടിയാണ് മാതാവിനെ സംരക്ഷിച്ചു പോരുന്നതും, സൃഷ്ടികർമ്മത്തിൽ തന്നെയല്ല സംരക്ഷണത്തിന്റെ കാര്യത്തിലും വളരെ കരുതലോടുകൂടിയുള്ള സംരക്ഷണമാണ് മറിയമാകുന്ന വ്യക്തിക്ക് തമ്പുരാൻ നൽകിയിരിക്കുന്നത് എന്നാണ് നാം കാണാൻ ഇടവരുന്നത്. മറിയത്തിന്റെ ഭാഗത്തിൽ നിന്നും ഈ കരുതലിന് ഒരു തരത്തിലും കോട്ടം വരുത്താതെ ദൈവത്തിന്റെ കരുതലിന് അനുസരണമായിട്ടുള്ള കരുതലോടുകൂടെ കന്യാമറിയവും ജീവിതത്തിൽ ഉടനീളം നീങ്ങി എന്ന് വേണം വിചാരിക്കാൻ. അതുകൊണ്ട് മറിയം തന്റേതായിട്ടുള്ള കാഴ്ചപ്പാടുകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിനു വേണ്ടി താൻ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഉദ്യമിക്കുന്നതിന് പകരം ദൈവം തന്നെ തന്നിൽ പ്രവർത്തിക്കാൻ ഇടവരുന്ന ഒരു സാഹചര്യമാണ് കൂടുതൽ ശ്രേഷ്ഠം എന്ന നിലപാടിലേക്ക് മറിയം എത്തിച്ചേരുകയാണ് ഉണ്ടാകുന്നത്. സാധാരണ മനുഷ്യരെ എന്തെങ്കിലും പ്രവർത്തിക്കുമ്പോൾ അത് സാമാന്യ രീതിയിലെ സ്വാർത്ഥപരമായ ചിന്തകൾക്ക് അധീനപ്പെടാൻ ഇടവരും. കൂടുതൽ നല്ല വ്യക്തികള് സ്വാർത്ഥതയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് തന്റെ പ്രവർത്തനങ്ങളുടെ മൂലകാരണം അല്ലെങ്കിൽ ആത്യന്തികമായിട്ട് ദൈവത്തിന്റെ വേണ്ടി, നല്ല നിയോഗത്തിൽ ദൈവത്തിന്റെ മഹത്വം സിദ്ധിക്കുന്നതിന് വേണ്ടി ആണ് ഞാൻ ഇത് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ പറയും. എന്നാൽ അതിനേക്കാൾ ശ്രേഷ്ഠമായിട്ട് മറിയത്തിന് തോന്നി, ദൈവത്തിന് വേണ്ടി ഞാൻ ഒരു കാര്യം ചെയ്യുക എന്നതിനേക്കാൾ കൂടുതല് ദൈവം തന്നെ എന്നിൽ പ്രവർത്തിക്കട്ടെ. അപ്പൊ ഞാനല്ല പ്രവർത്തിക്കുന്നത്, ദൈവമാണ് എന്നിൽ പ്രവർത്തിക്കുന്നത് എന്നൊരു കാഴ്ചപ്പാടാണ് മറിയം തന്റെ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ ഇടവന്നത്. അതിന്റെ അടിസ്ഥാനത്തിലും കൂടിയാണ് ആ മംഗലവാർത്ത ആ അവസരത്തിലെ വളരെയധികം പ്രതിഷേധം ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഉണ്ടാക്കാവുന്ന ആ സന്ദർഭത്തിൽ മറിയം ആലോചനയോടുകൂടെ എടുത്ത തീരുമാനം, നിന്റെ മനസ്സ് എന്നിൽ നിറവേറട്ടെ, ദൈവത്തിന്റെ മനസ്സ് അങ്ങനെയാണെങ്കിൽ അതിൽ എന്നിൽ സംഭവിക്കട്ടെ എന്നൊരു തീരുമാനം മറിയാൻ എടുക്കാൻ ഇടവന്നതിന്റെ അടിസ്ഥാനം തന്നെ ദൈവത്തിനു വേണ്ടി ഞാൻ പ്രവർത്തിക്കുക എന്നതിനേക്കാൾ ദൈവം എന്നിലൂടെ പ്രവർത്തിക്കാൻ ഇടവരട്ടെ എന്നൊരു ചിന്തയാണ് മാതാവ് എടുത്തു കാണുന്നതായിട്ട് നാം കാണുന്നത്. ഈ ഒരു ചിന്ത സഭയിൽ ഉടനീളം പിന്നീട് ആദിമസഭയിൽ ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നേ വരെയുള്ള സഭയുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള ദൈവശാസ്ത്രജ്ഞൻ എന്ന രീതിയിൽ അറിയപ്പെടുന്ന വിശുദ്ധ പൗലോസ് തന്റെ ലേഖനത്തിൽ ഈ സത്യം വെളിപ്പെടുത്തുന്നുണ്ട്. ഞാൻ പ്രവർത്തിക്കുന്നത് യേശുവിന് വേണ്ടി പ്രവർത്തിക്കുകയല്ല, യേശു ക്രിസ്തുവാണ് എന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന സത്യം പൗലോസ് വ്യക്തമാക്കുന്നു. ഇത് മാതാവിൽ നിന്ന് പൗലോസിന്റെ ധ്യാനത്തിന്റെ ഫലമായിട്ട് ആ ദൈവശാസ്ത്രം ഉൾത്തിരിഞ്ഞതായിരിക്കണം. വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ആധ്യാത്മിക പൈതൃകമാണ് പരിശുദ്ധ കന്യാമറിയം ഇതുവഴി നമുക്ക് തരുന്നത്. ഈ ചിന്താരീതിക്കനുസരിച്ച് ഇന്നത്തെ സുവിശേഷവും തന്നെ നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ മാതാവ് പാടിയ സ്തോത്രഗീതമാണ് ഇന്നത്തെ സുവിശേഷം. മഞ്ഞിഫിക്കാത്ത് എന്നാണ് അതിനെ വിളിക്കുക. വലിയ ദി ഗ്രേറ്റ് സോങ് എന്ന് പറയാവുന്ന ആ സ്തോത്രഗീതം, ആ സ്തോത്രഗീതത്തിലും മാതാവ് പറയുന്നത്,
ദൈവത്തിന്റെ അനുഗ്രഹത്താൽ ഞാൻ അത് ചെയ്തു, എനിക്ക് ഇത് ചെയ്യാൻ പറ്റി എന്നല്ല. മറിച്ച് ദൈവം ഇതൊക്കെ ചെയ്യാൻ ഇടവന്നു. എളിയവരെ ദൈവമാണ് ഉയർത്തിയത്. അഹങ്കാരികളെ ഞാനല്ല അവരെ താഴെയിട്ടത്, ദൈവം അവരെ തട്ടി താഴെയിട്ടു. എളിമയുള്ള ആളുകളെ ദൈവമാണ് ഉയർത്തിയത്, കിരീടം ചൂടിച്ചത്. ദൈവമാണ് എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കാൻ ഇടവരുത്തിയത്. എല്ലാം ദൈവത്തിന്റെ പ്രവർത്തനമായിട്ടാണ് ആ സ്തോത്രഗീതത്തിൽ ആരോപിക്കപ്പെടുന്നത്. ഞാൻ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളൊരൊറ്റ വാചകം ആ സ്തോത്രഗീതം അപഗ്രഥനം ചെയ്യുമ്പോൾ നമുക്ക് കാണാവുന്നതല്ല. ദൈവം എന്നിൽ പ്രവർത്തിക്കുന്നു. ഇത് ശ്രേഷ്ഠമായിട്ടുള്ളൊരു ചിന്തയാണ്. ഞാൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുക തീർച്ചയായിട്ടും വളരാത്ത മനുഷ്യന്റെ ചിന്തയാണ്. വളരുന്ന മനുഷ്യന്റെ ചിന്ത ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുക, ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുക, അത് വളർച്ചയുടെ മാനമായിട്ട് നമ്മൾ കരുതുന്നു. എന്നാൽ അതിനേക്കാൾ വലിയ ഒരു മാനമാണ് ഞാൻ ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുക എന്നതിനേക്കാൾ ദൈവം എന്നിലൂടെ പ്രവർത്തിക്കാൻ ഇടവരിക. അപ്പോ ദൈവമാണ് പ്രവർത്തനം നടത്തുന്നത്, ഞാനല്ല. അപ്പോ എന്റേതായിട്ടുള്ള പ്രവർത്തനം എന്നതിനേക്കാൾ ദൈവത്തിന്റെ പ്രവർത്തനമാണ് നിഴലിക്കേണ്ടത്. ഈ ഒരു ആധ്യാത്മികത മനുഷ്യനെ ഈ മാതാവ് നൽകുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഈ ആധ്യാത്മികതയാണ് നമ്മൾ പഠിച്ചെടുക്കേണ്ടത്. ഈ ആധ്യാത്മികതയിലേക്കാണ് നാം വളരേണ്ടത്. ഉത്ഭവപാപരഹിതമായിട്ട് ജനിച്ച ഒരു വ്യക്തിയാണ് മാതാവ് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് അനുകരിക്കാൻ ഒന്നുമില്ല. നമ്മളൊക്കെ പാപത്തില് ഒരു ചായ്വോട് കൂടിയാണ് ലോകത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. കർമ്മത്തിലെ നമ്മൾ പാപരഹിതമായിട്ട് ജീവിക്കാൻ ഇടവരണം. ഇതിന് ജീവിക്കാൻ ഇടവരണമെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു തത്വമായിട്ട് നമ്മൾ സ്വീകരിക്കാൻ ഇടവരുന്ന തത്വം, ഞാൻ ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുക എന്നതിനേക്കാൾ ദൈവം എന്നിൽ പ്രവർത്തിക്കാൻ ഇടവരുന്ന ഒരു മനസ്ഥിതി വിശേഷം, ഒരു ചിന്താരീതി ഞാൻ രൂപീകരിക്കാൻ ഇടവരികയാണെങ്കിൽ അത് ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ആധ്യാത്മികത നമ്മിൽ നിന്ന് ഉണ്ടാകും, വിരിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും. അതിനുള്ളൊരു പ്രചോദനമായിരിക്കട്ടെ ഉത്ഭവ പാപരഹിതമായിട്ട് ജനിച്ച പരിശുദ്ധ കന്യാമറിയത്തിന്റെ അമലോത്ഭവം ആഘോഷിക്കുന്ന ഇന്നേ ദിവസം നമുക്ക് എടുക്കാവുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു തീരുമാനം എന്ന് നമുക്ക് സങ്കല്പിക്കാം. ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം.